ഗ്രിൽസിൻ്റെ കൂടെയും സ്റ്റേക്കിൻ്റെ കൂടെയും റോസ്റ്റിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ് മാഷ് പൊട്ടറ്റോ. അപ്പോൾ മാഷ് പൊട്ടറ്റോ നന്ന ക്രീമി ആയിട്ട് ഉണ്ടാക്കാമെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മാഷ് പൊട്ടറ്റോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ്. ബോയിലിംഗ് വെള്ളത്തിലേക്ക് നമുക്ക് പൊട്ടറ്റോസ് ചേർക്കാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ 1 കിലോ പൊട്ടറ്റോ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഏകദേശം 750 ഗ്രാം ഉണ്ട്. അതാണ് കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യാം. നന്നായിട്ട് വെള്ളം എടുത്തേക്കുന്നുണ്ട്. അതിന് ഏകദേശം ഞാൻ 3 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് പൊട്ടറ്റോസ് നല്ല സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. പൊട്ടറ്റോസ് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 മിനിറ്റോളമായി. ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല സോഫ്റ്റായി. ഇനി ഇത് നമുക്ക് വെള്ളം കളഞ്ഞ് എടുക്കണം. ഇനി പൊട്ടറ്റോസ് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. മാഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതേപോലെ റൈസർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷർ യൂസ് ചെയ്തിട്ട് വേണേലും മാഷ് ചെയ്തെടുക്കാം. ഇത് പൊട്ടറ്റോ റൈസറാണ്. ഇതിനകത്താകുമ്പോൾ ഒന്നുകൂടെ നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടും. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഈ പൊട്ടറ്റോയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ബട്ടർ ചേർക്കണം. ബട്ടർ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം. കൂടുതൽ ബട്ടർ ഉണ്ടെങ്കിൽ കൂടുതൽ രുചിയാണ്. അപ്പം ഞാൻ ചേർക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം 750 ഗ്രാം ആയിരുന്നതുകൊണ്ട് ഞാൻ 75 ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത്. 10% ചേർക്കുന്നത്. അത് ഹാഫ് വേണമെങ്കിലും ചേർക്കാം. ഹാഫ് വരെ ചേർത്തും കിട്ടാറുണ്ട്. വളരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ബട്ടർ വേണേലും അത്രയും കുറച്ച് വേണമെങ്കിലും ഉപയോഗിക്കാം. മാഷ് പൊട്ടറ്റോ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ക്രീമി ആയിരിക്കണം. ഒട്ടും തരി ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടണം. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി മാഷ് പൊട്ടറ്റോയിലേക്ക് നമുക്ക് കുറച്ച് പാലോ ക്രീമോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ കുറച്ച് പാല് നമ്മുടെ അയവനുസരിച്ച് വേണം ചേർക്കാൻ. ഒത്തിരി കട്ടിയൊക്കെ ആണെങ്കിൽ കൂടുതൽ പാല് ചേർക്കും. കുറച്ച് പാലോടെ ചേർക്കാം. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു അരിപ്പയെ കൂടെ തള്ളിയും കൂടെ എടുക്കുവാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ആ രീതിയിൽ എടുക്കാം. ഇപ്പോൾ തന്നെ നന്നായിട്ട് കുക്ക്ഡ് ആയതുകൊണ്ടും നമ്മൾ റൈസറിൽ കൂടെ പ്രസ് ചെയ്തെടുത്തുകൊണ്ടും നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടി. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട ഫ്ലേവർ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഗാർലിക്ക് ചേർക്കാം, ചൈപ്സ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്പ്രിംഗ് അണിയൻ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ വേണമെങ്കിൽ ഫ്ലേവർ ചേർക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാൻ കുറച്ച് സ്പ്രിംഗ് അണിയൻ ചോപ്പ് ചെയ്ത് ചേർക്കുകയാണ്. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഗ്രീൻസ് ചേർക്കാം. സ്പ്രിംഗ് അണിയൻ ചോപ്പ് ചെയ്തത്, കൂടാതെ കുറച്ച് പെപ്പർ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. ഞാൻ വൈറ്റ് പെപ്പറാണ് ഉപയോഗിക്കുന്നത്. സോൾട്ട് എനിക്ക് പാകത്തിനുണ്ട്. ഇഷ്ടമനുസരിച്ച് ചേർക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയി നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന മാഷ് പൊട്ടറ്റോ നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇത് നമ്മൾ സാധാരണ സെർവ് ചെയ്യാറുള്ളത് റോസ്റ്റ് ചിക്കൻ്റെ കൂടെ, ഹോൾ ബേക്ക് ചിക്കൻ്റെ കൂടെ, അല്ലെങ്കിൽ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നല്ലൊരു ഓപ്ഷൻ. ഗ്രിൽസിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ ക്രീമിയർ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് പാലിന് പകരം ക്രീം ചേർക്കാം, അല്ലെങ്കിൽ ബട്ടറിൻ്റെ അളവ് കൂട്ടാം, പാലിൻ്റെ അളവ് കൂട്ടാം. എപ്പോഴും ഫ്ലേവർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഗാർലിക്ക് ചേർക്കാം, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Thank you for watching Mahima's Cooking Class.